ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സന്തോഷവാർത്ത പറയാൻ വേണ്ടി കേട്ടോ. നമ്മളങ്ങനെ 30 ദിവസം ചാലഞ്ച് നമ്മൾ പൂർത്തിയാക്കി. അപ്പം ആദ്യം ഞാൻ ഓർത്ത പിന്നെ ഒരു ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, ബാക്കി 29 ദിവസം ഇന്ന ഇടും ഞാൻ ഓർത്തോണ്ടിരുന്നത്. അപ്പം പിന്നെ എന്തിടും ഓർത്ത് എപ്പോഴും ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എങ്ങനെയാണെങ്കിലും 30 ദിവസം നമ്മൾ വീഡിയോ ഉണ്ടാക്കി ഇട്ടു. അപ്പം എനിക്ക് സന്തോഷമുള്ള വാർത്ത വെച്ചാൽ നമ്മൾ ലോങ് ഫോം വീഡിയോ ഇട്ട് നമ്മൾ സാധാരണ എപ്പോഴും ഇടാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ 6 മാസമായിട്ട് ഷോർട്സും അതൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മളങ്ങനെ ഈ ഇടയ്ക്ക് നമ്മളിങ്ങനെ ലോങ് വീഡിയോ ഇട്ടത്. അങ്ങനെ നമ്മൾ 30 ദിവസം അടുപ്പിച്ച് നമ്മൾ ലോങ് വീഡിയോ ഇട്ടു. ലോങ് വീഡിയോ ഒരു 8-10 മിനിറ്റ്, ചിലപ്പോൾ 4 മിനിറ്റ്, അങ്ങനെ 8-10 മിനിറ്റിനൊക്കെ ഇട്ട് അങ്ങനെ ഒരു 30 ദിവസം നമ്മൾ അടുപ്പിച്ച് ഇട്ടു കേട്ടോ, ഒരു ദിവസം പോലും ഇടാതെ. അങ്ങനെ ഇട്ടപ്പോൾ നമുക്കൊരു ഉണ്ടായ അഡ്വാൻറ്റേജ് പറയുന്നത് നമുക്ക് 30 സബ്സ്ക്രൈബേഴ്സ്, നമുക്കൊരു 35 സബ്സ്ക്രൈബേഴ്സ് കൂടി. 35 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തുടങ്ങിയപ്പം ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എന്നാ തുടങ്ങി, ജൂലൈ 12 തുടങ്ങി. ജൂലൈ 12 തുടങ്ങി. ഇപ്പം ഞാൻ തീർത്തത് ഓഗസ്റ്റ് 10 അങ്ങനെ 30 ദിവസമായി, കൃത്യം 30 ദിവസമായി. അപ്പോൾ 30 ദിവസം ആയപ്പോഴത്തേക്ക് നമുക്ക് എത്രയാ 309 സബ്സ്ക്രൈബേഴ്സായി. 200 അന്ന് പിന്നെ ജൂലൈ 12 തുടങ്ങിയപ്പം നമുക്ക് 275 സബ് ഉണ്ടായിരുന്നു, 274 സബ്. പക്ഷെ ഇപ്പം നമുക്ക് നിൽക്കുന്നത് എത്രയാ 309 സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ ഒരു മാസം നമ്മൾ വീഡിയോ അടുപ്പിച്ചിട്ടപ്പോൾ നമുക്ക് 309 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അത് വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്ദി കേട്ടോ. നമുക്കാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. പിന്നെ ആണെങ്കിൽ ഞാൻ നിങ്ങൾ വേറെ ദിവസം കാണിച്ചതാണ്. ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ ഇങ്ങനെ കലണ്ടറിൽ വട്ടം വരച്ചിട്ടുമായിരുന്നു. വട്ടം വരച്ച് അത് നിങ്ങളെ കാണിക്കണേ സുഹൃത്തുക്കളെ. ഞാൻ കാണിക്കാൻ കേട്ടോ ഞാൻ കലണ്ടർ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ. കലണ്ടർ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ജൂലൈ 12 ആയപ്പോഴാണ് നമ്മളെ ചാലഞ്ച് തുടങ്ങി, 30 ചാലഞ്ച്. അപ്പം എഴുതി വെച്ചേക്കുന്നത് കണ്ടോ, YT കൺസിസ്റ്റന്റ് സ്റ്റാർട്ട്, വീഡിയോ സ്റ്റാർട്ട്. അപ്പം എത്ര 274 സബ്ബാണ്, 274 സബ്ബ്. അങ്ങനെ 12 ഇട്ടു, 13 ഇട്ടു. ഓരോ ദിവസം ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ വട്ടം വരച്ചിടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൗതുകം, ആദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഓരോ ദിവസം ആകുമ്പോൾ ഒരാഴ്ച ആകുമ്പോൾ ഞാൻ 1 വീക്ക് കംപ്ലീറ്റ് ആകുന്ന ടിക്കറ്റ്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ആകുമ്പോൾ അങ്ങനെ ഓരോ 10 ദിവസം ആകുമ്പോൾ ഞാൻ എത്ര സബ്ബായി നോക്കും. അപ്പോൾ 12 തുടങ്ങി 21 ആയപ്പോൾ 10 ദിവസമായി. 10 ദിവസം നമുക്ക് ആയപ്പോഴത്തേനും 288 സബ്ബായി, 288. അപ്പോൾ 224 എത്രയാ 14 സബ് കൂടി 10 ദിവസം കൊണ്ട്. പിന്നെ അവിടെ നമ്മൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരാഴ്ചയും കഴിഞ്ഞ് അപ്പോൾ സെക്കൻഡ് വീക്ക് ടിക്കറ്റ്. അത് കഴിഞ്ഞ് പിന്നെ 10 ആയത് 31. അപ്പോൾ 288 നമുക്ക് തുടങ്ങി 31 ആയപ്പോഴത്തേക്കും നമുക്ക് 296 സബ്ബായി. അപ്പം 8 സബ് കൂടി 10 ദിവസം ഇട്ടപ്പം. പിന്നെ 10 അങ്ങനെ ഈ ആഴ്ച അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. 1 തീയപ്പം രണ്ടാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയി, 3ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയി. പിന്നെ ഒരാഴ്ച അങ്ങനെ 10 ദിവസം ഇട്ടപ്പോഴത്തേക്കും നമുക്ക് 296 തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് 309 ആയി. 309. അപ്പോൾ എന്ന് പറയുമ്പോൾ 296 പറയുമ്പോൾ 13 സബ് നമുക്ക് പിന്നെ അവിടെ നിന്നും കൂടി 10 ദിവസം ഇട്ടപ്പോൾ. അങ്ങനെ ഫുള്ള് നമുക്കിപ്പോൾ 35 സബ് നമുക്ക് ഇങ്ങനെ ഒരു മാസം ചാലഞ്ച് ഇട്ടോ നമുക്ക് കൂടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്കൊരു കൗതുകം, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഓർക്കാനൊക്കെ കാണുമല്ലോ. അങ്ങനെ ഇതാ എൻ്റെ ഒരു 30 ചാലഞ്ചിൻ്റെ ഒരു ഔട്ട്ലൈനും ഇതൊക്കെ നോക്കി. കലണ്ടർ ഫുള്ള് വട്ടമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നിങ്ങളിപ്പോൾ കലണ്ടർ കണ്ടല്ലോ, അതിനകത്ത് ഫുള്ളി എങ്ങനെ വട്ടിട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ആൾക്ക് വരുന്നതിനും പോകുന്നതൊക്കെ ചോദിക്കും കലണ്ടറിൽ ഫുള്ള് എങ്ങനെ വട്ടിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ചുമ്മാ ഇട്ട് വെച്ചതാണ്, ആൾക്ക് അറിയുന്നില്ല ഞങ്ങൾ വ്ലോഗ് ചെയ്തിട്ട് വട്ടം ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ പറയാനും പോയി വീട്ടിൽ ചോദിക്കുക കേട്ടോ, എന്നെ കലണ്ടർ ഇട്ടേക്കുന്നത് വട്ടം ഇട്ടേക്കുന്നത്. ഞാൻ പറയുമ്പോൾ വ്ലോഗ് ചെയ്തിട്ട് ചുമ്മാ ഒരു ദിവസം വട്ടിട്ട് വെക്കുന്നതാണ്. അതൊക്കെ സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ 30 ഇട്ടപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ കാര്യം എനിക്ക് എൻ്റെ ചാനലിൽ വന്നു വെച്ചാൽ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ഞാൻ 6 മാസം ചുമ്മാ വീഡിയോ ഒക്കെ ഇട്ടല്ലോ. അപ്പോഴാണെങ്കിൽ ചുമ്മാ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടും, ഇങ്ങനെ ലോങ് ഫോം വീഡിയോ ഒക്കെ. ലോങ് വീഡിയോ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ പോകുന്നില്ലായിരുന്നു. അങ്ങനത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒന്നും എനിക്ക് പുതിയ ഫീച്ചറൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് 30 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായിരുന്നു വെച്ചാൽ എൻ്റെ ഈ YT സ്റ്റുഡിയോയ്ക്കകത്ത് എൻ്റെ പേര് ആരൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ തംബ്നെയിലിൻ്റെ ഏജിലൊക്കെ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കാണാൻ ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ YT സ്റ്റുഡിയോയ്ക്കകത്ത് കാണിക്കും. എൻ്റെ വീഡിയോ ഇപ്പോൾ ചില വീഡിയോസൊക്കെ 15-16 ഇപ്പോഴും ഉണ്ട്, ഉള്ള വ്യൂസ് ഉള്ളതുണ്ട്. പുതിയ ഇട്ടിട്ട് ഇപ്പോൾ ഇട്ടേക്കുന്നതാണെങ്കിൽ ഒരു 65 വ്യൂസും 16 വ്യൂസുള്ള ആൾക്കാരെ കണ്ട വീഡിയോസൊക്കെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. എന്നാലും എനിക്ക് അതിനകത്തൊക്കെ YT സ്റ്റുഡിയോ എഴുതി കാണിക്കുന്നത് വെച്ചാൽ യുവർ തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ ആർ നോട്ട് അട്രാക്റ്റിംഗ് ടു പീപ്പിൾ എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇട്ടപ്പോൾ നമുക്ക് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ പിന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടുമ്പം ഈ ആൾക്കാർ കാണുന്നില്ലെങ്കിൽ അവർ നമ്മൾ യൂട്യൂബിൽ നമ്മൾ പറഞ്ഞു തരുമോ ഈ തമ്മിലും ടൈറ്റിലൊക്കെ മാറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഒന്നും കാണിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടില്ല, അത്രയും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒത്തിരി വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ പുതിയ കാര്യമായിരുന്നു കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ CTR എന്നെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ട്, CTR ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര പേര് കണ്ടു, എത്ര ആൾക്കാർ എടുത്ത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തു നമ്മളെ കാണാൻ വേണ്ടി, അതൊക്കെ കാണിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ ആണെങ്കിൽ നമ്മുടെ ഒരു 10 വീഡിയോ ഇട്ടാൽ നമ്മുടെ ഓരോ മണിക്കൂറാണോ എത്ര വ്യൂസ് അനുസരിച്ച് കയറി റാങ്ക് കൂടുന്നൊക്കെ മനസ്സിലായി. അത് പുതിയ കാര്യമായിരുന്നു കേട്ടോ. അത് പുതിയ. പിന്നെ നമുക്കാണെങ്കിൽ നല്ല ആൾക്കാരായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെയും കണ്ടു. എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത ആളല്ല, നല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ നമ്മൾ കമന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്നെ നമ്മുടെ വീഡിയോക്ക് ഇത്ര വ്യൂസ് കിട്ടിയാൽ പോലെ നല്ല വ്യൂസ് കിട്ടണ്ടാവെന്ന് പറയുന്നുണ്ട് ആൾക്കാരൊക്കെ. പക്ഷേ നമുക്ക് ആൾക്കറിയത്തില്ല. നമുക്കാണെങ്കിൽ വീഡിയോ തുടങ്ങിയത് വിടാൻ നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് വീഡിയോ ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വ്യൂസ് കുറവായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ വ്യൂസുകളൊക്കെ എന്നെ കയറാനും സബ് കൂടാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. നമുക്ക് ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലെത്തണം. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത്ര നാളെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ, താങ്ക് യു. പിന്നെ ആണെങ്കിൽ ഇന്ന് നമ്മൾ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ എനിക്ക് ഇപ്പം 30 ദിവസം ചെയ്തു. അപ്പം എനിക്ക് ഒരു ഒരു 30 ദിവസം അടുത്ത 30 ദിവസം ചെയ്യാനുണ്ട്, ഒരു മാസം കൂടെ. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഞാൻ വ്ളോഗ് ഇടാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ന് ഇനി വ്ളോഗ് വരും, ഞാൻ പറ്റത്ര വ്ളോഗ് അപ്ലോഡ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു എന്നും വ്ളോഗ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്നും വ്ളോഗ് ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇനി ഇപ്പം തന്നെ സപ്പോർട്ട് പോലെ ഇനി ഞങ്ങളുടെ വീഡിയോയിൽ സപ്പോർട്ടൊക്കെ തരണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം സുഹൃത്തുക്കളെ. പിന്നെ ഈ 30 ദിവസം ചാലഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഡെയിലി വ്ളോഗിങ് വല്ലാത്ത പാടാണ്. കാരണം നമുക്ക് എന്നും ഈ സാധാരണ യൂട്യൂബറൊക്കെ ഇടുന്ന വെച്ചാൽ ഈ യൂട്യൂബേഴ്സൊക്കെ ആഴ്ചയിലല്ലേ ഈ മാസം അങ്ങനെ വീഡിയോ ഇടുന്നത്. അത് ഡെയിലി വ്ളോഗ് നമുക്ക് നല്ല പാടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നത് നോക്കുമ്പോഴായിരിക്കും പിന്നെ എന്നെ ഇടുന്ന യൂട്യൂബിൽ ചുമ്മാ എന്നെ കുടുംബത്തിൽ കാണിക്കുന്നതൊക്കെ ഇടുന്നതൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. എന്നതല്ല, നമുക്ക് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് ഇട്ടാൽ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇപ്പം ഞാൻ 30 ദിവസം തന്നെ ഇട്ടിട്ട് ഞാൻ കുറച്ച് മടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇടണ്ടെന്ന് ഓർത്തു ഒരു പകുതിയൊക്കെ ആയപ്പോൾ. പിന്നെ ഓർത്തു 30 ദിവസം നമ്മൾ പറഞ്ഞേക്കുന്നത് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് ആ പറഞ്ഞ ഒരു വാക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ 30 ദിവസം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ആലോചിക്കും എന്തിടുന്നു. അങ്ങനെ ഓരോ ദിവസം ആലോചിച്ചാൽ ഇട്ടതാണ് കേട്ടോ. ഒപ്പം സമ്മതിക്കണം. ഈ സൗരവ് ജോഷി ഒരു വ്ളോഗറുണ്ട് ഹിന്ദിയിൽ, പിന്നെ ഉത്തരാഖണ്ഡിലുള്ള ഉത്തരാഖണ്ഡിലാണ് ഒരു ഹിന്ദി വ്ളോഗറാണ്. പുള്ളിയാണെങ്കിൽ ഒരു വർഷം 365 ദിവസം ഒരു ദിവസം പോലും ഇവിടെ പുള്ളി യൂട്യൂബ് വീഡിയോ ഇട്ട് ആ പുള്ളിയെ എനിക്ക് ഇട്ടിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ആയി ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ ആണ് തുടങ്ങി. പുള്ളിയുടെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം പുള്ളിയാണെങ്കിൽ ആ ഒരു വർഷം ഇട്ട് കഴിഞ്ഞ് പിന്നെ ബാക്കി എല്ലാ വർഷവും ഓരോ ദിവസം വെച്ച് വ്ളോഗ് ഇട്ടു. അപ്പോൾ അത് നല്ല ഒരു വല്ലാത്ത പാടാണ്. എനിക്ക് 30 ദിവസം ഇട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ചെയ്ത് കഴിഞ്ഞ് വന്നാലും കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം കിട്ടാൻ്റെയും പുള്ളി അങ്ങനെ 6 വർഷം ഇട്ട്. ഈ സൗരവ് ജോഷി എന്നുള്ള ഒരു വ്ളോഗറാണ്, ഹിന്ദി വ്ളോഗർ. പുള്ളി അങ്ങനെ 6 വർഷം ഒരുമിച്ച് ഓരോ ദിവസം വ്ളോഗ് വെച്ച് ഇട്ടത്. അപ്പോൾ എന്നെ സമ്മതിക്കണമല്ലേ. അപ്പോൾ ഞാൻ 30 ദിവസം ഇട്ട് ഞാൻ പറഞ്ഞ അടുത്ത് പുള്ളിയൊക്കെ സമ്മതിക്കണം. വല്ലാത്ത പണിയാണ് ഡെയിലി വ്ളോഗ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്, നമ്മൾ എങ്ങനെയാണെങ്കിലും ചെയ്യും. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമാണ്, ഈ വ്ളോഗിങ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അപ്പോൾ എന്നും വ്ളോഗ് വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ എൻ്റെ വ്ളോഗിന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നാൽ അടുത്ത വീക്ക് കാണാം. സുഹൃത്തുക്കളെ വേറെ കാര്യം പറയാനുണ്ടേ, അത് മറന്നു പോയി. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഇതൊക്കെ തന്നെ ഒരു ഇരപ്പ് കാണുമായിരിക്കും വീഡിയോക്കകത്തൊക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ഒച്ച കേൾക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തുള്ള ഒച്ച മാറ്റാൻ വേണ്ടി മൈക്ക് വേണം. പക്ഷെ മൈക്ക് മേടിച്ചപ്പോൾ നമ്മുടെ ഫോണിനകത്ത് പറ്റത്തില്ല. ഓരോ ഫോൺ ഓരോ മൈക്ക് മേടിക്കുന്നത് ചിലത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഇട്ട് വർക്ക് ആകത്തില്ല. ചില മൈക്ക് മേടിക്കുമ്പോൾ ഓപ്പൺ ക്യാമറ ഉള്ള ആപ്പുണ്ട്, എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഓപ്പൺ ക്യാമറ. ആ ഓപ്പൺ ക്യാമറ മാത്രം നമുക്ക് ഈ മൈക്കിൻ്റെ മൈക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ ക്യാമറ എന്ന് പറയുമ്പം അതിൻ്റെ ക്ലാരിറ്റി ഒന്നുമില്ല, ചുമ്മാ ഒരു ക്യാമറ. പക്ഷെ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഫോണിന് പറ്റുന്ന മൈക്ക് വേണം. ആ മൈക്ക് എനിക്ക് കിട്ടുന്നുമില്ല. അതിന് നല്ല കടയിൽ പോയി എടുത്താലേ പറ്റത്തുള്ളൂ. ആ ഒരു മൈക്ക് പോയാൽ നമുക്ക് നമ്മുടെ വ്ളോഗിൻ്റെ ഒരു ആ ഒച്ചയൊക്കെ കുറച്ച് നിങ്ങൾക്ക് കേൾക്കാൻ രീതിയിലേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ മൈക്ക് മേടിക്കുന്ന നിങ്ങൾ വീഡിയോ ഒരു അങ്ങനത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കൊണ്ട് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് പയ്യെ ഒച്ചയൊക്കെ കുറച്ച് നല്ലതായിട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, അതേ ഉള്ളൂ.
സുഹൃത്തുക്കളെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഒക്കെ ആയിട്ട് ഇത് പറയണം കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പറയണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പിന്നെ ചാനലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്ക് നല്ലിട്ട് കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അതുപോലെ നിങ്ങളുടെ കമന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്റെ കാര്യത്തിൽ മാറ്റണം എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാമല്ലോ. അപ്പം നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുമ്പോൾ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ അടുത്തുള്ളത് പിന്നെ കാണാം കേട്ടോ. ഇത്തരം വീഡിയോ എല്ലാവർക്കും നന്ദി. താങ്ക് യു.